ബ്രേക്കിംഗ് ന്യൂസ് തുടരുകയാണ്. സ്വകാര്യ സർവകലാശാലകൾക്ക് വഴി തുറന്നിട്ട നയമാറ്റത്തിൽ ന്യായീകരണവുമായി ഇടത് സർക്കാർ. കാലഘട്ടത്തിന് അനിവാര്യമായ തീരുമാനമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്. CPI എതിർത്തിട്ടില്ല, ഭേദഗതി വേണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നും മന്ത്രി വ്യക്തമാക്കി. ഇത് കാലത്തിന് അനുസൃതമായ ഒരു അനിവാര്യമായ നടപടിയാണ്. അതിൽ നമുക്ക് ഇനിയും മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നത്തെ ദേശീയ സാഹചര്യങ്ങളിൽ ഉള്ളത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മാറ്റത്തിനും മുന്നേറ്റത്തിനും അനിവാര്യമായ ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടും വളരെ നിർണായകമായ തീരുമാനം ക്യാബിനറ്റ് കൈക്കൊണ്ടിട്ടുള്ളത്. തന്നെയല്ല, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കൈക്കൊണ്ട ഒരു നയത്തിന്, അതിൻ്റെ നിലപാടുകൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനനുസൃതമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതല്ലെങ്കിൽ ഒരു ജനത എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകും, പിന്തള്ളപ്പെടും. മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണമാണ് കേട്ടത്. ലിഷോയ് വിവരങ്ങളുമാണ്. ലിഷോയ്, മന്ത്രി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്ന കാര്യമാണ് വിശദീകരിച്ചത്. ഒപ്പം തന്നെ CPIയുടെ എതിർപ്പുകൾ അങ്ങനെ കാര്യമായൊരു എതിർപ്പില്ല, അതിനെയൊക്കെ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് എന്നാണ്. എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞത്? CPIക്ക് യാതൊരു എതിർപ്പുമില്ല എന്നാണോ? തീർച്ചയായും CPIക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പുമില്ല. ഇത് സർക്കാരിൻ്റെ കൂട്ടായ ഒരു തീരുമാനമാണ്. അത് മറ്റ് യാതൊരു വിധത്തിലും ഒരു വിഭാഗീയ, അതായത് ഒരു ഭിന്ന അഭിപ്രായം ഇതിൽ ഇല്ല എന്നുള്ളതാണ് മന്ത്രി ആർ ബിന്ദു പറയുന്നത്. മന്ത്രിസഭ ഒറ്റക്കെട്ടായെടുത്ത തീരുമാനമായി തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഇത് കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു തീരുമാനമാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്നും മന്ത്രി വിശദീകരിക്കുന്നു. അതിനോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് സർക്കാരിൻ്റെ പൂർണ്ണമായ നിരീക്ഷണത്തിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ നടത്തുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ സംഭരണ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെയുള്ളവ അത് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ബില്ല് അവതരിപ്പിക്കുക എന്നുള്ള കാര്യവും പറയുന്നത്. അതിനോടൊപ്പം തന്നെ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളെ, ഇടത് സംഘടനകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് മന്ത്രി ആർ ബിന്ദു വിശദീകരിക്കുന്നു. അതായത് ഇത് സർക്കാരിൻ്റെ ഒരു നയവ്യതിയാനമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ഇത് കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റമായി അതിനെ ഉൾക്കൊണ്ടാൽ മതി എന്നുള്ളതാണ് ആ മന്ത്രി വിശദീകരിച്ചതിൽ ഒരു ഉദാഹരണം വെച്ചുകൊണ്ടാണ്. അതായത് നമ്മുടെ നിലവിലുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 80% കോളേജുകളും സ്വകാര്യ മേഖലയിലുള്ളതാണ്. അതുപോലെ തന്നെ സ്വകാര്യ പങ്കാളിത്തം അല്ലെങ്കിൽ വിദേശ പങ്കാളിത്തം ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഉള്ളൂ. അതിൽ എല്ലാ നിയന്ത്രണങ്ങളും സർക്കാരിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു ന്യായീകരണമാണ്, അല്ലെങ്കിൽ ആ ഒരു വാദമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്.